ഹായ് ഫ്രണ്ട്സ്, ചില കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. എനിക്ക് ഡീസൽ വാഹനം വേണം, ഓട്ടോമാറ്റിക് ആവണം, ഇത് 7 സീറ്റ് ആവണം, 5 ലക്ഷം രൂപയുടെ താഴെ ആവണം, അതിലുപരി അതിലൊരു 80% ലോൺ ചെയ്യണം, ഒരു 1 lakh ഒക്കെ തന്നിട്ട് ബാക്കി ലോൺ ചെയ്യണം എന്നുള്ള റിക്വയർമെൻറ്റ്സ്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു 2 വാഹനം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതാണ് 2 വാഹനങ്ങൾ. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്രയുടെ TUV 300 T8 എന്ന് പറയുന്ന 2 വാഹനങ്ങളാണ്. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ഒരു മിനി SUV ആയി കണക്കാക്കാൻ പറ്റിയ ഈ 2 വാഹനങ്ങൾ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഒരു സെക്കൻഡ് വാഹനം ഏകദേശം ഒരു 4 to 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു സാധാരണക്കാരന് എടുക്കാനായിട്ട് സാധിക്കും. ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഒരു 7 ആൾ 8 ആൾക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റൊരു വാഹനം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം ഒരു 4-5 ലക്ഷം രൂപയിൽ കൊടുക്കാൻ പറ്റിയ വാഹനങ്ങൾ വേറെ ഇല്ല. കാരണം എൻ്റെയൊക്കെ ഒരു 15 വർഷത്തെ യൂസ്ഡ് കാർ എക്സ്പീരിയൻസിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ കയ്യിലുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ബ്ലാക്കിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും 4.5 ലക്ഷം രൂപയാണ്. അതിൽ ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യവും ലഭ്യമാണ്. ഒരു അത്യാവശ്യം താരതമ്യേന നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത എക്സ്റ്റീരിയറും ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും. പിന്നെ നമ്മുടെ എയർ ബാഗ്, ABS പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ 2 പേരും, മിഡിലൊരു 3 പേരും, ഏറ്റവും ബാക്കിലൊരു 2 പേരുമായിട്ട് സുഖകരമായിട്ടൊരു 7 പേർക്ക് നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആവാതെ യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യമാണുള്ളത്. നമ്മുടെ റെഡ് സീറ്റ് കവറോടുകൂടി ഈ വാഹനം ഒരു ചെറിയൊരു ഫാമിലിക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൈസ് റേഞ്ചേ ഉള്ളൂ. നമ്മുടെ നിലവിൽ ചിലപ്പോൾ ഒരു സ്വിഫ്റ്റോ വാഗനറോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ മെമ്പേഴ്സ് കൂടിയത് കാരണം ബുദ്ധിമുട്ടുന്ന കുറേ ഫാമിലീസ് ഉണ്ടാവും. അത്തരം ഫാമിലീസിനെ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് നമ്മുടെ TUV. AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമുക്ക് കൂടുതൽ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല മൈലേജാണ്. സിറ്റിയിൽ 15 മൈലേജും ലോങ് ഡ്രൈവിൽ 17 to 20 ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മൈലേജ്. അതാണ് ഇപ്പോൾ ഞാനിതിൽ നോക്കിയ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. കാരണം ഇതിൽ വൈറ്റ് വെഹിക്കിളുമായിട്ട് ഞാൻ ഏകദേശം എറണാകുളം വരെ പോയി വന്നതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും കിട്ടിയൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് റോഡ് പണി ആയിട്ട് പോലും AMT ഗിയർ ബോക്സ് ആണിത്. ഒരുപാട് സ്ഥലത്ത് റോഡ് പണി ആയിട്ട് പോലും എനിക്ക് ഒരു 17-18 മൈലേജ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് കളർ. രണ്ടാമത് നമ്മുടെ കയ്യിലുള്ളത് വൈറ്റാണ്. ഈ വൈറ്റ് കളറിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 4,90,000 രൂപയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ നമ്മുടെ MES സെൻട്രൽ സ്കൂളായിരുന്നു. ഒരു 96 കിലോമീറ്റർ വരെ അവർ തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനേക്കാൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ വൈറ്റേ പറയുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ നല്ല ഫാൻസി നമ്പറിൽ 9,000 അതിൻ്റെ നമ്പർ. നമുക്കറിയാം 975531 എന്ന് പറഞ്ഞാൽ നല്ല ഫാൻസി നമ്പറായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. നല്ലൊരു വണ്ടി. നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്പർ കൊടുക്കുക. നിങ്ങൾ നിർബന്ധമായിട്ട് ബന്ധപ്പെടണം. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉണ്ണിയാൽ ബീച്ചാണ്. അവിടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ഒരു പ്രാവിൻ്റെ കുട്ടിയാണിത്. ഇത് നമ്മുടെ ബ്ലാക്കിൻ്റെ ഇൻറ്റീരിയറാണ്. ബ്ലാക്കിൻ്റെ ഇൻറ്റീരിയർ കമ്പാരിറ്റീവ്ലി ഇത് വൈറ്റിൻ്റെ ഇൻറ്റീരിയറാണ്. ബ്ലാക്കിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഇൻറ്റീരിയർ വൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ബ്ലാക്ക് നല്ല സീറ്റ് കവർ. നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ണിയാൽ ബീച്ച് എന്ന് പറയും. ഞങ്ങളുടെ തിരൂർ ഉണ്ണിയാൽ ബീച്ചാണ്. വൈറ്റ് നല്ല രീതിയിൽ നല്ല കൂടുതൽ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വൈറ്റിനില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്കായി നിങ്ങൾ നിർബന്ധമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.